ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിക്കും ഇതേതാ വാച്ച്. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങുമ്പോൾ അവന്മാർക്ക് വിശ്വാസമാകില്ല. മാത്രമല്ല ഇതൊരു ചൈനീസ് ബ്രാൻഡാണെന്ന് പറയുന്നതോടുകൂടി അവന്മാർ കളിയാക്കി ചിരിക്കാനും തുടങ്ങും. അപ്പം ഞാൻ അവരോട് പറയും ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്റ് ഓട്ടോമാറ്റിക് വാച്ചാണിത്, അതും ടൈറ്റാനിയം ബിൽഡ്. വാച്ചിനെ കുറിച്ച് നമുക്ക് പറയാം. നമുക്ക് വാച്ച് വരുന്നത് ഇതുപോലത്തെ ഒരു ബോക്സിലാണ്, ഈ കണ്ടെയ്നർ പോലത്തെ ഒരു ബോക്സിലാണ് ഈ വാച്ച് വരുന്നത്. ബോക്സിൻ്റെ പുറത്ത് ഇങ്ങനെ അവരുടെ ബ്രാൻഡ് ബോർഡറി വാച്ച് കമ്പനി എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലും അവരുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഊരിയെടുക്കുക. ഇങ്ങനെ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടെയ്നർ ഓപ്പണായി ഇവിടെ ഇരിക്കട്ടെ. മുകളിലൊരു സ്പഞ്ച് ഉണ്ട്, മാറ്റി വയ്ക്കാം. ഞാനത് ഓൾറെഡി ഓപ്പൺ ചെയ്തതാണ്. അൺബോക്സിങ് വീഡിയോ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഇട്ട് തരാം. ഇതിൻ്റെ വലിയ ഡീറ്റെയിൽസൊക്കെയാണ്. തൽക്കാലം ഇത് മാറ്റി വയ്ക്കുക. ഇതിനുള്ള ഇങ്ങനെ ബോർഡറിൻ്റെ ഒരു ഇൻ്റർനാഷണൽ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഇൻ്റർനാഷണൽ വാറണ്ടി എന്ന് പറഞ്ഞ് നെയിം, സിറ്റി, റെഫറൻസ്, പർച്ചേസ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും പൂരിപ്പിച്ചിട്ടൊന്നുമില്ല, ഫില്ല് ചെയ്തിട്ടൊന്നുമില്ല. കൊള്ളാം, നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്ലാസ്റ്റിക് സെറ്റ്. തൽക്കാലം മാറ്റി വയ്ക്കാം. ഇതെൻ്റെ ക്രിസ്റ്റലിൻ്റെ മുകളിലുണ്ടായിരുന്ന ഫിലിമാണ്, ഞാൻ അഴിച്ചു വെച്ചതാണ്. അതും തൽക്കാലം മാറ്റി വയ്ക്കാം. ഇതുപോലത്തെ ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. ഇതിനുള്ളൊരു വാച്ച് വയ്ക്കാനുള്ള സ്പോഞ്ച് ഉണ്ട്. അത് അതേപോലെ തന്നെ ഇവിടെ എടുത്ത് വെക്കട്ടെ. തൽക്കാലം ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഈ വാച്ചിൻ്റെ ഒപ്പം കിട്ടുന്ന സ്ട്രാപ്പല്ല, ഇത് ഞാൻ എക്സ്ട്രാ കാശ് എടുത്ത് വാങ്ങിയൊരു നേറ്റോ സ്ട്രാപ്പാണ്. ഇത് നമുക്ക് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നെ പറയാം. ഇതൊരു ഫീൽഡ് വാച്ചാണ്, ട്രെഞ്ച് വാച്ച് എന്നും പറയാറുണ്ട്. യെസ്, മിലിറ്ററി ഓപ്പറേഷൻസിലൊക്കെ റോ ആൻഡ് റഗ്ഗഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ, അതേപോലെ ഇരുട്ടിലും പൊടിയിലൊക്കെ ലെജിബിളായി കാണാൻ പറ്റിയ, എന്നാൽ അതേസമയം ഫങ്ഷണലായിട്ടുള്ള GMT വാച്ചുകളിലെ പോലെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് എന്നാൽ അതേസമയം അക്യുറേറ്റ് ആയിട്ട് ടൈം കീപ്പ് ചെയ്യാൻ പറ്റിയ വാച്ചുകളാണ് ഫീൽഡ് വാച്ചസ്. ഒരു കംപ്ലീറ്റ് പാക്കേജാണ് ഈ വാച്ച്. ഒരു 40 mm ഗ്രേഡ് 2 സാൻഡ് ബ്ലാസ്റ്റഡ് ടൈറ്റേനിയം ഫ്രെയിമിലാണ് ഈ വാച്ച് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു മണിക്കൂറിൽ 21,600 വൈബ്രേഷൻസ് ഉള്ള 24 ജ്വൽസ് വരുന്ന ഒരു 41 hours ടൈം റിസർവ് ഉള്ള സൈക്കോ NH36A മീൻസ് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ മനസ്സിലായില്ലേ വാച്ചിൻ്റെ കാര്യത്തിൽ ഇതൊരു ടൊയോട്ടയാണെന്നുള്ള കാര്യം. ഒരു നല്ലൊരു ഓട്ടോമാറ്റിക് വാച്ചിന് ഒരു നല്ലൊരു ഹൃദയം, അതായത് നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു സഫയർ ക്രിസ്റ്റൽ ഗ്ലാസ്, അതേപോലെ തന്നെ ഹാക്കിംഗ് സെക്കൻഡ്സ് എന്ന് പറഞ്ഞ ഫീച്ചർ, ഇത്തരം ഫീച്ചറുകൾ മിക്കവാറും ഉണ്ടാവും. ഈ വാച്ചിൽ അതൊക്കെ അവൈലബിൾ ആണ്. ഡേ ആൻഡ് നൈറ്റ് വിൻഡോ, നൈറ്റിൽ നന്നായി സമയം കാണാനുള്ള സ്വിസ് സൂപ്പർ ലൂമിനോവ, പിന്നെ 4 o'clock പൊസിഷനിൽ സ്ക്രൂ ഡൗൺ ക്രൗൺ വരുന്ന 100 meter വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള വാച്ചാണിത്. 22 mm ആണ് ഇതിൻ്റെ ലഗ് വെടുത്ത്. മാത്രമല്ല സൈക്കോയുടെ SKX ഒക്കെ പോലെ ലഗ് ടു ലഗ് വരുന്ന വെടുത്ത് 48 mm മാത്രമേ ഉള്ളൂ. SKXന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 46 എന്തോ ആണ് ലഗ് വെടുത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ലഗ് വെടുത്ത് കുറവായതുകൊണ്ട് തന്നെ എന്നെപ്പോലെ ചെറിയ റെസ്റ്റ്, വട്ടം കുറഞ്ഞ റെസ്റ്റുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് ചേരും. ആവറേജ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വാച്ചൊക്കെ മിക്കവാറും ഒരു 130 to 170 200 അതിൻ്റെ ഉള്ളിലായിരിക്കും, അത്രയും ഗ്രാം ആയിരിക്കും അതിൻ്റെ വെയിറ്റ് ആവറേജ് വരുന്നത്. ഈ വാച്ച് ടൈറ്റാനിയം ബിൽഡ് ആയതുകൊണ്ട് തന്നെ വെറും 74 grams മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമ്മുടെ കയ്യിൽ ഈ വാച്ച് കെട്ടി കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു ഇത്രയും വെയിറ്റുള്ള ഒരു വാച്ചിന് നമ്മൾ മറന്നു, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. ടൈറ്റാനിയം എന്ന് പറയുന്ന മെറ്റൽ സൂപ്പർ കാറുകളിലൊക്കെ ഒരുപാട് മെറ്റൽ ആപ്ലിക്കേഷൻസിനെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ്. ഹൈ ടെമ്പറേച്ചർ വരുന്ന
സൈലൻസർ അല്ലെങ്കിൽ മഫ്ലർ പോലത്തെ ഫയർ സ്പിറ്റിംഗ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ വെക്കുന്ന ഒരു മെറ്റലും കൂടിയാണ്. അത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ടും അത്രയും സ്ട്രെങ്ത് ഉള്ളത് കൊണ്ടാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. വാച്ച് കളക്ഷനുള്ള എൻ്റെ ഒരു സുഹൃത്തിൻ്റെ SKX കയ്യിൽ കെട്ടി നോക്കിയപ്പോഴാണ് ഇത് എത്രത്തോളം ലൈറ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. കമ്പനി ഇതിൻ്റെ ഒപ്പം ഒരു ബ്ലാക്ക് കളറിലുള്ള സുലു സ്ട്രാപ്പാണ് തരുന്നത്. ഈ സ്ട്രാപ്പ് ഒരു 2 mm കട്ടിയുള്ളതുകൊണ്ട് തന്നെ വിറക് പോലെ കയ്യിൽ ഇങ്ങനെ കിടക്കും. കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ കയ്യിൽ പാടൊക്കെ വരും. അപ്പോൾ സുലു സ്ട്രാപ്പിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി നാറ്റോ സ്ട്രാപ്പാണ് കുറച്ചുകൂടി സേഫ്റ്റി ഉള്ളതും. പിന്നെ ഈ ഒരു ടൈറ്റേനിയം ഈ ഒരു സ്ട്രാപ്പിന്റെ ഈ ബ്ലാക്കും ഈ കളർ നല്ല മാച്ചിങ് ആയിട്ട് പോകുന്നതുകൊണ്ട് കൂടിയാണ് ഞാനിത് വാങ്ങിയത്. ഇതിന്റെ ആമസോൺ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ബോർഡറിന്റെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൗഹൈഡിൽ വരുന്ന സ്ട്രാപ്പും നൈലോണിന്റെ സുലു സ്ട്രാപ്പും പിന്നെ ഈ 3 ലിങ്ക് ടൈറ്റേനിയം ബ്രേസ്ലെറ്റും നിങ്ങൾക്ക് സെപ്പറേറ്റ് ബോർഡറിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റും. +or- 20 സെക്കൻഡ്സ് ആണ് ഒരു ദിവസത്തെ ആക്യുറസിയിൽ വരുന്ന വ്യത്യാസം. എനിക്ക് ഓൾമോസ്റ്റ് ഒരു 5 സെക്കൻഡിൽ കൂടുതലൊന്നും വ്യത്യാസം കിട്ടിയിട്ടില്ല ഇതുവരെ. നമ്മൾ ഈ റിവ്യൂ ചെയ്യുന്നത് NH36A, അതായത് ഓട്ടോമാറ്റിക് വരുന്ന ആ മൂവ്മെന്റ് ഉള്ള വെർഷൻ 2 ആണിത്. ഇതിന്റെ വെർഷൻ 1ഉം അവൈലബിൾ ആണ്. വെർഷൻ 1ന്റെ ഡിസൈൻ ചെറിയ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ട്. പിന്നെ വേർഷൻ 1ൽ ഉപയോഗിച്ചിരിക്കുന്നത് സെയ്ക്കോ NH35A ആണ്. NH35ഉം NH36ഉം ഉപയോഗിക്കുമ്പോഴുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഈ 2 മൂവ്മെന്റ്സും സെയിം തന്നെയാണ്. ആകെയുള്ള വ്യത്യാസം NH36ലാണ് ഈ ഡേയും ഡേറ്റും വരുന്ന വിൻഡോ ഉള്ളത്. 35ൽ ഡേ ഉണ്ടാവില്ല, ഡേറ്റ് വിൻഡോ മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ഒരു മേജർ ഡിഫറൻസ് വരുന്നത്. വെർഷൻ 1 കണ്ടപ്പോൾ വെർഷൻ 1 കുറച്ചുകൂടി ഇതിനേക്കാളും ക്യൂട്ടായിട്ടാണ് എനിക്ക് തോന്നി. കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം അതിന്റെ സെക്കൻഡ്സ് വരുന്ന ഹാൻഡൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ഒരു വര പോലെയൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. അതേപോലെ നല്ല ക്യൂട്ട് കളറുകളുമാണ്. ഇവിടെ കുറച്ചും കൂടി ഒരു ഗാംഭീര്യമുള്ള പോലത്തെ ഒരു ബിഗ് ഡാഡി പോലത്തെ അങ്ങനത്തെ ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഈ ഡിസൈൻ കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ എനിക്ക് ഡേയും ഡേറ്റും കൂടി വേണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. വേർഷൻ 2ലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് ചൂസ് ചെയ്തു തന്നേ ഉള്ളൂ. എനിക്ക് വേർഷൻ 1നെ അപേക്ഷിച്ച് 2 ആണ് കുറച്ചുകൂടി പ്രീമിയം ആയി തോന്നിയത്. നിങ്ങൾ ഇന്ത്യയിൽ ഇത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്കുള്ളത്. ഒന്നാമത്തത് ബോർഡറിയുടെ വെബ്സൈറ്റ്. അവിടെ നിങ്ങൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മോഡലുകളും അവൈലബിൾ ആണ്. ഇത് A11T-03 എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഇതിന്റെ ബാക്കിൽ ഒരു കഥയുണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ബോർഡർ വെബ്സൈറ്റിൽ നിന്നാണ് ഇത് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. അവിടെ വിലകളൊക്കെ ഭയങ്കര ഫ്ലക്ച്വേറ്റ് ആയിരിക്കും. ഞാൻ വാങ്ങുന്ന സമയത്ത് ഇതിന്റെ വില ഉണ്ടായിരുന്നത് $99 ഉണ്ടായിരുന്നത്. ഞാൻ വാങ്ങിയിട്ട് ഏകദേശം ഒരു കൊല്ലം ആകുന്നേ ഉള്ളൂ. ഒരു 9-10 മാസത്തോളം ആയി. ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. യാതൊരു വിധത്തിലുള്ള സർവീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആകെ സ്ട്രാപ്പ് വാങ്ങി ഞാൻ ജീവിതത്തിൽ വാങ്ങുന്ന ആദ്യത്തെ ഓട്ടോമാറ്റിക് വാച്ചാണിത്. അപ്പോൾ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നിങ്ങൾക്ക് ഈ ഡെലിവറി കിട്ടുക. ബോർഡറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുമ്പോൾ അത് ഒരു പക്ഷേ ചിലപ്പോൾ ഒരു 10-15 ദിവസം മുതൽ 2 മാസം 3 മാസം വരെയൊക്കെ ചിലപ്പോൾ എടുത്തേക്കാം ഇത് വരാൻ. കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് വരാൻ. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റും കൂടി ആകുമ്പോൾ അതൊരു ലോട്ടറി പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് കസ്റ്റംസുകാർ ചിലപ്പോൾ നിങ്ങളുടെ ലോക്കൽ കസ്റ്റംസ് എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. ഓരോ സംസ്ഥാനത്തിന്റെയും ഓരോ സെക്ടറിന്റെയും എങ്ങനെയാണെന്ന് അറിയില്ല. അവർ ചിലപ്പോൾ അവർക്ക് തോന്നുകയാണ് ഒരു 40% അല്ലെങ്കിൽ 60%, ഒരു 40-60% ആണ് ഓൺ ആവറേജ് അവർ കസ്റ്റംസ് ഈടാക്കാറുള്ളത്. അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അത്രയും തന്നെ ഓൾമോസ്റ്റ് അത്രയും തന്നെ പൈസ ഇതിന് വീണ്ടും കസ്റ്റംസിലേക്ക് മുടക്കേണ്ടി വരും. ഇപ്പം അങ്ങനെയാണെങ്കിൽ തന്നെ വല്ല ഓർഡർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാലും റിസ്ക് കൂടുതലാണ്. അപ്പോൾ അത്രയും റിസ്കുകളുണ്ട്. ഇപ്പോൾ ഓൺലൈനിൽ തന്നെ നമ്മൾ റിവ്യൂസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കസ്റ്റംസ് തീരെ ഇല്ലാതെ കിട്ടിയ ആളുകളുണ്ട്. കസ്റ്റംസ് ഓൾമോസ്റ്റ് ഈക്വലോ അല്ലെങ്കിൽ ഒരു ഹാഫ് ഓഫ് ദ എമൗണ്ട് ഒക്കെ ആയിട്ട് വന്ന ആളുകളും ഉണ്ട്. അപ്പോൾ ഇൻ ഇന്ത്യ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾക്ക് അവിടെ വൈഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവും, വൈഡ് ആയിട്ടുള്ള മോഡൽസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അത് തന്നെ വേണം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ഇത്രയും റിസ്കുകൾ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വാങ്ങാം. പിന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. Amazon.in അവൈലബിൾ ആയിരിക്കും മിക്കവാറും. ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റ് ലിങ്ക് താഴെ കൊടുക്കാം. ആമസോണിൽ നിങ്ങൾ വാങ്ങുമ്പോൾ ഒരു പ്രശ്നം, ബോർഡറി ഒഫീഷ്യലി ആണോ ഈ സെല്ലർ പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷേ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ബോർഡറിന്റെ വോയേജർ എന്ന് പറഞ്ഞ ഒറ്റ വാച്ചായിട്ടാണ് അവിടെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകുക മിക്കവാറും. മാത്രമല്ല അവിടെ പല മോഡലിൽ അവൈലബിൾ. ഇപ്പോൾ വെർഷൻ 1 വെർഷൻ 2 ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോലും ഇത് വെർഷൻ 1 ആണ് വെർഷൻ 2 ആണെന്ന് കൊടുത്തിട്ടില്ല. അവരൊരു പുതിയ മോഡൽ നമ്പർ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ആമസോണിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ട മോഡൽ ചിലപ്പോൾ അവിടെ അവൈലബിൾ ആയിക്കോളുന്നില്ല. നിങ്ങൾക്ക് വേണ്ട ഹാൻഡിന്റെ കളർ, നിങ്ങൾക്ക് വേണ്ട സ്ട്രാപ്പ് കളറിലൊന്നും ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവില്ല. ഒരു പ്രൊഡക്റ്റിൽ തന്നെ 2-3 വേരിയന്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവും. അതിൽ നിന്ന് ഏതെങ്കിലും ചൂസ് ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ ഇതിന്റെ തന്നെ ഡയല് റെഡ് കളർ വരുന്ന ഒരു വേരിയന്റ് ഉണ്ട്. A11T-04R എന്ന് പറഞ്ഞിട്ടൊരു ഒരു മോഡലാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഇതിന്റെ ഉള്ളിലത്തെ ഈ ഡയലിന്റെ ബ്ലാക്ക് കളറിന്റെ അവിടെ റെഡ് ആയിരിക്കും. നമ്മൾ ഈ കാപ്പി ചോപ്പ് എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു റെഡ് കളർ ആയിരിക്കും. ഭയങ്കര രസമാണ് അത് കാണാൻ. ഞാൻ ഓർഡർ ഇട്ട് കുറച്ച് നേരം ആയപ്പോൾ തന്നെ അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. പക്ഷേ ക്യാൻസലേഷൻ വന്നതുമില്ല. അങ്ങനെ എനിക്ക് കയ്യിൽ കിട്ടിയത് ഈ ബ്ലാക്ക് കളറിലെ വെർഷനാണ്. ഞാനിത് റിട്ടേൺ ചെയ്യാൻ ഒരിക്കലായിരുന്നു. കാരണം ഇതിന് യാതൊരു പ്രശ്നമില്ല. മാത്രമല്ല മറ്റു മോഡലുകൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് ആമസോണിൽ നിന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാനപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കിട്ടി ഡെലിവറി എടുത്ത് 2 ദിവസത്തിനുള്ളിൽ തന്നെ ആ റെഡ് കളറിൽ ഉള്ളത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി കിടന്ന് അത് ലിസ്റ്റിങ്ങിൽ നിന്ന് എടുത്ത് ഒഴിവാക്കി. പിന്നെ ബ്ലാക്ക് കളറും
പിന്നെ വെർഷൻ 1 ആണ് അവൈലബിൾ ആയിരുന്നത്. വെർഷൻ 1 ഒരു വൈറ്റ് ഡയൽ വരുന്ന ഒരു മോഡൽ ഉണ്ട്, അതാണ് അവിടെ അവൈലബിൾ ആയിരുന്നത് വേരിയൻസ് ആയിട്ട്. ഉപയോഗിച്ച് ഒരു 1-2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ ബ്ലാക്ക് കളറില്ല ഞാനിപ്പോൾ ഈ മേടിച്ച ഈ വേരിയന്റും അതും ആമസോണിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്ത് കളഞ്ഞു. യാതൊരു വിധത്തിലുള്ള കൺസിസ്റ്റൻസിയും ആമസോൺ സെല്ലറിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ലക്ക് പോലെയാണ്. പിന്നെ നിങ്ങൾ ആമസോണിൽ നിന്ന് വാങ്ങുമ്പോൾ നിങ്ങൾക്കുള്ള ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ഷിപ്പിങ്ങിന്റെ പ്രശ്നങ്ങളില്ല, ഒരുപാട് ഡിലേ വരുന്നില്ല, ഈ പറഞ്ഞ പോലെ ഉടഞ്ഞു പോകുക അങ്ങനത്തെ ഉള്ള കേസുകൾ, അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല, റിട്ടേൺ ചെയ്യണതിന്റെ ബുദ്ധിമുട്ടുകളില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതൊന്ന് ഒഴിവായി കിട്ടും. ഞാൻ ആമസോണിൽ നിന്ന് 8486 രൂപയ്ക്കാണ് ഓഫർ ടൈമിന് ഈ വാച്ച് വാങ്ങുന്നത്. ആ ഒരു വിലയ്ക്ക് ഇത് വർത്ത് എവരി പെന്നിയാണ്, അത് ഉറപ്പിച്ച് പറയാം. കാരണം അന്ന് $99 ഉണ്ടായിരുന്നെങ്കിലും അത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിനേക്കാളും എമൗണ്ട് അന്ന് വരുമായിരുന്നു. മാത്രമല്ല നിങ്ങളിപ്പോൾ ബോർഡറിന്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പ്രൈസ് എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബ്രേസ്ലെറ്റിനാണെങ്കിലും അല്ലെങ്കിൽ കൗ ഹെഡിലാണെങ്കിലും അല്ല നോർമൽ സുലു സ്ട്രാപ്പിലാണെങ്കിലൊക്കെ അതിന്റെ വില എപ്പോഴും ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും. ഫെസ്റ്റിവൽ സീസണിലൊക്കെ ചിലപ്പോൾ വലിയ ഓഫറുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ നിന്നാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ട്. ഞാൻ ഈ ഓൾമോസ്റ്റ് 1 ഇയറിന്റെ യൂസേജിന്റെ ഇടയിൽ എനിക്ക് അങ്ങനെ നെഗറ്റീവ്സ് എന്ന് പറയാനൊന്നും കാര്യമായിട്ടില്ല. കൂടെ ഒരു നെഗറ്റീവ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ സൂപ്പർ ലൂമിനോവ ഉണ്ടല്ലോ, അത് നമ്മളൊരു ഇരുണ്ട സ്ഥലത്ത് നിന്ന്, അതായത് ഒരു ഇരുട്ട്, അത്യാവശ്യം നല്ല ഇരുട്ടുള്ള സ്ഥലത്ത് നിന്ന് വെളിച്ചൊന്നും ഇല്ലാതെ വീണ്ടും ഇരുട്ടിലേക്കൊക്കെ നമ്മൾ കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുട്ടത്തെ സമയം അത്ര ക്ലിയർ ആയി കാണിച്ചു തരില്ല. നല്ലൊരു ശക്തിയായിട്ടുള്ളൊരു പ്രകാശം അടിച്ചിട്ട് നമ്മൾ ഇരുട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലായിരിക്കും നന്നായിട്ട് ഇതിന്റെ സൂപ്പർ ലൂമിനോവ നമുക്ക് കാണിച്ചു തരിക. സൈക്കോ 5 എൻട്രി ലെവൽ മോഡലുകളിൽ തന്നെ നല്ല ബ്രൈറ്റ് ആണ് ലൂമിനസൻസ്. അതുകൊണ്ട് തന്നെ ഇരുട്ടത്തൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ അതിങ്ങനെ കണ്ണിൽ കുത്തുന്ന പോലെ നമുക്ക് എടുത്ത് കാണിക്കും. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ 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 ബാക്കിലാണ് എന്ന് പറയേണ്ടി വരും. ഈ ഒരു സാൻഡ് ബ്ലാസ്റ്റഡ് ഫിനിഷിൽ വരുന്ന ഈ ഒരു വാച്ച് ചിലപ്പോൾ നിങ്ങൾ ഒരു ഡ്രസ് വാച്ച് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഫ്ലാഷി ആയിട്ടുള്ള ഒരു വാച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോളുന്നില്ല. പിന്നീട് എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കിൽ സീ ത്രൂ അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ള കേസ് അല്ല, ഇതിന്റെ ഉള്ളിലുള്ള മൂവ്മെന്റ് അനങ്ങുന്നിങ്ങനെ അത് ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അപ്പോൾ അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഇതിൽ പറ്റില്ല. അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു എസ്തെറ്റിക് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുമ്പോൾ ഓക്കെ ഒരു നെഗറ്റീവ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ പോലെ സുലു സ്ട്രാപ്പ് അത്യാവശ്യം നല്ല കുറ്റിയുറപ്പ് സാധനമാണ്. അപ്പോൾ അത് നമ്മൾ കയ്യിലിട്ട് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഫ്ലെക്സിബിൾ ആയിട്ട് ഇരിക്കില്ല, അതങ്ങനെ വടി പോലെ അങ്ങനെ നിൽക്കും, അതങ്ങനെ വലിച്ചു പിടിച്ചിടണം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസം അതൊന്ന് ഇട്ട് ശീലമായി കഴിഞ്ഞാൽ കയ്യിലും ആ സ്ട്രാപ്പും ഒന്ന് സെറ്റ് ആവുള്ളൂ. വേറെ അങ്ങനെ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. സൈക്കോന്റെ കണക്ക് പ്രകാരം സെൽഫ് വൈൻഡിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രൗണ് സ്ക്രൂ ഡൗൺ ചെയ്തിട്ട് 55 റൊട്ടേഷൻസ് ആണ് അവരുടെ സൈറ്റിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒരു 10,000 താഴെ ഒരു ബെസ്റ്റ് ബഡ്ജറ്റിൽ നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് വാച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണിത് ഇന്ത്യയിൽ. വേറെ ഒരു വാച്ചും ഇത്രയും വാല്യൂ ഫോർ മണി ആയിട്ട് എൻ്റെ അറിവിലില്ല. ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടാണ് ഈ വാച്ച് വാങ്ങണോ വേണ്ടേ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. ടൈറ്റാനിയം ബിൽഡ്, സഫയർ ക്രിസ്റ്റൽ, സ്ക്രൂ ഡൗൺ ക്രൗണ്, 4 o'clock ഡേ ആൻഡ് നൈറ്റ് വിൻഡോ, സൂപ്പർ ലൂമിനോവ, സൈക്കോന്റെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള NH36A മൂവ്മെന്റ്. ഇനിയിപ്പോൾ അത് കംപ്ലൈന്റ് വരികയാണെങ്കിലും ഇനിയിപ്പോൾ ആ മൂവ്മെന്റ് മൊത്തം ഒഴിവാക്കുകയാണെങ്കിലും ഒരു $50 ആ മൂവ്മെന്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഇത്രയും സെറ്റപ്പ് വാച്ച് നിങ്ങൾക്ക് 10,000 താഴെ, അതും ആമസോണിലൊക്കെയാണ് നിങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഫെസ്റ്റിവൽ സീസൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു $7-7.5 ഈ സാധനം വന്നിട്ടുണ്ട്. ആ ക്യാഷിന് നിങ്ങൾക്കിത് മുതലാണ്. അപ്പോൾ ഈ വാച്ചിനെ കുറിച്ചൊന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ ഒക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സ് നിങ്ങളുടെ സ്ഥലമാണ്. അപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുക. അപ്പോൾ എനിക്ക് ചെറിയൊരു വാച്ച് കളക്ഷൻ ഉണ്ട്, അതിലത്തെ ഓരോ വാച്ചുകളെ കുറിച്ചുള്ള റിവ്യൂസ് നിങ്ങൾ വേണോ വേണ്ടതെന്ന് അതും കൂടി ഒന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലത്തെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്, ഗാഡ്ജറ്റ്സ്, വാച്ചസ് ഒക്കെ ആയി ബന്ധപ്പെട്ട വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പിന്നെ പറയാൻ മറന്നു കേട്ടോ, ഇതിൻ്റെ ഈ ബ്രേസ്ലെറ്റ് പിന്നുണ്ടല്ലോ, അത് ഇടാൻ 2 പൊസിഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. മുകളിലും ഉണ്ട് താഴെയുണ്ട്. ഞാനിപ്പോൾ ഇത് മുകളിലേക്ക് കയറ്റിയിട്ടിരിക്കുക.